എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഷുഗർ ക്രേവിങ്സ് വരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചായ, കോഫി, കേക്ക്, ചോക്ലേറ്റ്, പേസ്ട്രീസ്, ജങ്ക് ഫുഡ്, ബർഗർ, പിസ്സ എന്ന് വേണ്ട പലതരത്തിലുള്ള ഫുഡിനോട് നിങ്ങൾക്ക് വല്ലാതെ അട്രാക്ഷൻ ആണ്. ഒരുപക്ഷെ നിങ്ങൾ അട്രാക്ട് ചെയ്തില്ല എങ്കിലും ആ ഫുഡ് നിങ്ങളെ മാടി മാടി വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എത്ര മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇത്തരം ഫുഡ് ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിന് മുന്നിൽ അടിയറവ് പറയുന്ന അവസ്ഥ. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ഇറ്റ്? സത്യം പറഞ്ഞ ബോഡി ക്രേവ് ചെയ്യുന്നത് ഈ സ്വീറ്റ്സിനോടോ അല്ലെങ്കിൽ ചായ ചോക്ലേറ്റിനോടോ അല്ല, മറിച്ച് ന്യൂട്രിയൻസിനോടാണ്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇംബാലൻസ് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ബോഡിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ബോഡി ന്യൂട്രിയൻസിന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ മൈൻഡ് അതിനെ തെറ്റിദ്ധരിച്ച് സ്വീറ്റ്സിനോടുള്ള ക്രേവിങ്സ് അല്ലെങ്കിൽ പേസ്ട്രി അല്ലെങ്കിൽ ജങ്ക് ഫുഡിനോടുള്ള ക്രേവിങ്സ് ആയിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ഞാൻ എന്റെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്കാണ് ഫേസ് ഇൻ ഫേസ് ഔട്ട് മെത്തേഡ്. എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് നിങ്ങളുടെ പ്ലേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ വയറ് ഈസി ആയിട്ട് ഫുൾ ആവാൻ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ unnecessary energy intake ആവശ്യം വരില്ല. സോ ഫേസ് ഇൻ ഓഫ് ഹെൽത്തി ഫുഡ്സ് വിൽ ഹെൽപ്പ് യു ടു ഫേസ് ഔട്ട് unhealthy foods. That is the main and easy technique that you can use to control your sugar cravings.